ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 വീഡിയോകളായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് പ്രസൻറ്റ് ടെൻസ്, പിന്നെ പാസ്റ്റ്, തുടർച്ചയായ കാര്യങ്ങൾ പറയാനായി കണ്ടിന്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഹാവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കേണ്ടത്. ഹാവിന് പല വിധത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ചൊരു വീഡിയോ ആയിട്ട് നമ്മൾ പഠിച്ചത്. അതായത് കുടിക്കുക, ആഹാരം കഴിക്കുക, ഭക്ഷിക്കുക, ഉണ്ടാകുക. ഈ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുക എന്നുള്ള അർത്ഥം മാത്രമാണ് നമുക്ക് സാധാരണ അറിയാവുന്നത്. അതിനപ്പുറം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് നമുക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അതുകൂടാതെ ഈ വിഷസ് ആയിട്ട്, അതായത് ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗുഡ് ഡേ, അങ്ങനെയൊക്കെ ഹാവ് നമുക്ക് ഉപയോഗിക്കാം എന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഹാവിൻ്റെ കൂടെ വെർബ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന് മാറ്റം വരുന്നത്, എന്താണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം മിക്കവാറുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ടെക്നിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയും. നമ്മൾ ആ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. നമുക്കത് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഈ ടെൻസിലല്ല എവിടെയായാലും ഹാവും അല്ലെങ്കിൽ ഹാസ് ഇത് കഴിഞ്ഞാൽ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതാണ് ഉപയോഗിക്കേണ്ടത്. പ്ലേയിഡ് പ്ലേയിഡ് മൂന്നാമത്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വർക്ക് ഗോ വെൻറ്റ് ഗോണാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതിനെ V3 എന്ന് പറയും. അപ്പോൾ ഹാവ് ഹാസ് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ഫോം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ തന്നെ ഇംഗ്ലീഷിൽ വരുന്ന ഒരുപാട് മിസ്റ്റേക്കുകൾ ഒഴിവായി പോയി കിട്ടും. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ആ സ്ട്രക്ചറിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് അതെവിടെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. സബ്ജക്റ്റ് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. V3 എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫോം. അപ്പോൾ മനസ്സിലായാലും ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ അത് കഴിഞ്ഞാൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് വരും, അതിനുശേഷം V3 വരും, പിന്നെ ഒബ്ജക്റ്റ് വരും. അപ്പോൾ ഒരു പുതിയൊരു പ്രശ്നം വരും. ഹാവ് എപ്പോൾ ഉപയോഗിക്കണം, ഹാസ് എപ്പോൾ ഉപയോഗിക്കണം. I, you, we, they പ്ലൂറൽ ഇതാണെങ്കിൽ ഹാവ് ഉപയോഗിക്കുക. ഐയും യുയും പ്ലൂറൽ അല്ല എന്ന് നമുക്കറിയാം, എന്നാലും അങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നത്. യുവിന് നിങ്ങൾ എന്ന അർത്ഥത്തിൽ പ്ലൂറലായിട്ട് വിചാരിക്കാം. ഐ എന്ന് വെച്ചാൽ ഒരാളെ ഉള്ളൂ, പക്ഷേ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. എല്ലായിടത്തും മിക്കവാറും ഉള്ളിടത്തെല്ലാം ഇങ്ങനെ തന്നെയാണ് പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ I, you, we, they വന്നാൽ ഹാവ് ഉപയോഗിക്കുക. നെക്സ്റ്റ് he, she, it നെയിം ഓഫ് എ പേഴ്സൺ അല്ലെങ്കിൽ ഒരാളുടെ പേര്, ഇത് വരുമ്പോഴത്തേക്ക് ഹാസ് ഉപയോഗിക്കുക. ആ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഈ സ്ട്രക്ചർ ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂഡ് ടു ദ പ്രസൻറ്റ്. പണ്ടൊരു കാര്യം തുടങ്ങി ഇപ്പോൾ വരെ നടക്കുന്നൊരു കാര്യം അത് കഴിഞ്ഞ് നടക്കാം. ഇപ്പോൾ വരെ നടക്കുന്നു അല്ലെങ്കിൽ തുടർന്ന് നടക്കുന്നു. ഇങ്ങനെയുള്ള കാര്യത്തിനാണ് ഈ സ്ട്രക്ചർ പ്രസൻറ്റ് പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് പാസ് പണ്ടായിരുന്നു, ഈസ് ആകുന്നു, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇത് വരുന്നത്. നമുക്ക് ഒരു സെൻറ്റൻസ് നോക്കാം. He has worked here for 10 years. അവനിവിടെ 10 വർഷമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. For 10 years, ആ ഡ്യൂറേഷൻ ആണ് പറയുന്നത്. അപ്പോൾ 10 വർഷമായിട്ട് തുടങ്ങി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ സിൻസ് 2013, 2013 മുതൽ അവനിവിടെ വർക്ക് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ സമയം പറയുകയാണെങ്കിൽ ഫാറോ സിൻസോ ഉപയോഗിക്കണം. ഫാർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ ഡ്യൂറേഷൻ മൊത്തത്തിലുള്ള പീരീഡ് മൊത്തമായിരിക്കും പറയുന്നത്. സിൻസ് ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ വരും. അതായത് സിൻസ് 2013, 2013 മുതൽ, സിൻസ് 1945 അത് മുതൽ. മുതൽ തുടക്കം മുതൽ എന്ന് പറയുമ്പോൾ സിൻസ് വരും. മൊത്തത്തിൽ ഫാർ 2 years, ഫാർ 10 years, ഫാർ മെനി ഇയേഴ്സ്, ഇങ്ങനെയൊക്കെ നമുക്ക് പ്രയോഗിക്കാം. പണ്ട് തുടങ്ങി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് തീർന്നാലും കുഴപ്പമില്ല, അതിൻ്റെ എഫക്റ്റ് പിന്നും ഉണ്ടാവും. അങ്ങനത്തെ ഒരു പ്രയോഗമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി അതിൻ്റെ രണ്ടാമത്തെ പ്രയോഗം നോക്കാം. അതും ഏകദേശം ഇത് തന്നെയാണ്.
ആക്ഷൻ റിപ്പീറ്റഡ്. മുമ്പ് തുടങ്ങിയൊരു കാര്യം തുടർച്ചയായിട്ടല്ല, റിപ്പീറ്റ് ചെയ്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇതുവരെ നടന്നു. അതിനെയാണ് നമ്മൾ രണ്ടാമത്തെ പ്രയോഗമായിട്ട് പറയും. ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം മെനി ടൈംസ്. ഞാൻ ആ സിനിമ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം 5 times. 5 പ്രാവശ്യം ഞാനത് കണ്ടിട്ടുണ്ട്. മുമ്പ് തുടങ്ങി ഇതുവരെ 5 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വേറെ രീതി പ്രയോഗിക്കുകയാണെങ്കിൽ സെവറൽ ടൈംസ്. ഈ സമയമല്ല ഇതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. വേറെ സെൻസ്, ഷീ ഹാസ് വിസിറ്റഡ് ദം ഫ്രീക്വൻലി. അവൾ അവരെ കൂടെ വിസിറ്റ് ചെയ്യുന്നു. മുമ്പ് തുടങ്ങിയാണ്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം ഇങ്ങനെ കൃത്യമല്ലാത്തൊരു ടൈം, 5 times, many times, several times, frequently, ഇങ്ങനെയുള്ള വേർഡുകൾ എൻ്റെ കൂടെ ഉപയോഗിക്കാം. നെക്സ്റ്റ്, ജസ്റ്റ് ഫിനിഷ്ഡ്. ഹി ഹാസ് ജസ്റ്റ് ലെഫ്റ്റ്. അവൻ ഇപ്പോൾ പോയി. ഹി ഹാസ് ജസ്റ്റ് കംപ്ലീറ്റഡ് ദ വർക്ക്. അവൻ ഇപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഈ പ്രയോഗമാണ്, അത് ഇപ്പോൾ തീർന്നാണ്. ഈ പ്രയോഗമാണ് മിക്കവാറും നമുക്ക് വളരെ വ്യാപകമായിട്ട് കാണാൻ പറ്റും. ഉദാഹരണത്തിന് പറയാം, ഹി ഹാസ് വൺ ദ ഗെയിം. ഹി ഹാസ് വൺ ദി പ്രൈസ്. അവൻ ആ പ്രൈസ് വൺ ചെയ്തു. അപ്പോൾ അത് പ്രൈസ് അവന് കിട്ടിയെന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതിപ്പോൾ സംഭവിച്ചാണ്. അതിൻ്റെ കൂടെ വരുന്ന സെൻറ്റൻസുകളിൽ നിന്ന് നമുക്ക് ഇപ്പോഴാണോ വളരെ മുമ്പാണോ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഗവൺമെൻറ് ഹാസ് ഡിസൈഡഡ് ടു ഇംപ്ലിമെൻറ്റ് ദ പ്രോഗ്രാം. ഗവൺമെൻറ് ആ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. അതിപ്പോഴാണ്. പോലീസ് ഹാവ് സ്റ്റാർട്ടഡ് ആൻ എൻക്വയറി. പോലീസ് ഒരു എൻക്വയറി സ്റ്റാർട്ട് ചെയ്തു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ആൻ എൻക്വയറി. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എൻക്വയറി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതെല്ലാം ഇപ്പം നടന്നതാണ്, അല്ലേ? അപ്പോൾ എന്താണ്, നമുക്ക് മുമ്പ് തുടങ്ങി ഇതുവരെ നടക്കുന്നു, മുമ്പ് തുടങ്ങി ഇടവിട്ട് നടക്കുന്നു, പിന്നെ ഇപ്പം നടന്ന കാര്യം. അപ്പോൾ അതുവരെ എത്തി. ഇനിയാണ് ഇവിടുത്തെ പ്രശ്നം. ചുമ്മാ ഒരു സെൻറ്റൻസ് ആയിട്ട് പണ്ട് നടന്നൊരു കാര്യം പറയാനും ഇത് ഉപയോഗിക്കാം. അതാണ് നമുക്ക് വരുന്ന കൺഫ്യൂഷൻ. നോക്കൂ, ജസ്റ്റ് എ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസ്. ഐ ഹാവ് സീൻ താജ്മഹൽ. ഞാൻ താജ്മഹൽ കണ്ടിട്ടുണ്ട് എന്നാണ്. അറിഞ്ഞൂടെ, പറയുന്നില്ല, പണ്ട് എപ്പോഴും കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ ആ സന്ദർഭത്തിൽ നിന്ന് വേണം അത് മനസ്സിലാക്കിയെടുക്കാൻ. ഐ തിങ്ക് ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം ബിഫോർ. ഞാൻ വിചാരിക്കുന്നു ആ ഫിലിം മുമ്പ് കണ്ടിട്ടുണ്ടെന്ന്. അത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് കുറേ കാലം മുമ്പ് സംഭവിച്ചാവാം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം അടുത്ത് സംഭവിച്ചതാവാം. പക്ഷേ ഈ രണ്ടും തമ്മിലാണ് നമുക്ക് എപ്പോഴും കൊനസ്റ്റ് ഉണ്ടാവുക. പേടിക്കേണ്ട. ഈ പ്രയോഗങ്ങൾ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ സെൻറ്റൻസ് വായിച്ചും കേട്ടും ശീലിക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് രീതിയിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നടന്ന കാര്യം പറയാനും പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പണ്ട് നടന്ന കാര്യം പറയാനും. ഈ ജസ്റ്റ് നമ്മൾ സാധാരണ അതിനകത്ത് ഉപയോഗിക്കാറില്ല. ഇങ്ങനെ പറയുന്നെങ്കിലും ജസ്റ്റ് ഒന്നും അതിനകത്ത് ഉപയോഗിക്കാറില്ല. അപ്പോഴത്തെ സന്ദർഭം കൊണ്ട് നമ്മളത് മനസ്സിലാക്കിയെടുക്കണം. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഹാവും ഹാസും കഴിഞ്ഞാൽ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുക. പിന്നെ സമയം പറയണമെങ്കിൽ ഫാറും സിൻസും ഉപയോഗിക്കുക. കഴിഞ്ഞുപോയ ഒരു സമയവും ഇതിൻ്റെ കൂടെ പറയാതിരിക്കുക. ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, എഗോ, ഇങ്ങനെയുള്ള, അതായത് കൃത്യമായൊരു സമയം 2019 അന്ന് സംഭവിച്ചു, അങ്ങനെ കൃത്യമായൊരു സമയം ഇതിലൂടെ പറയാൻ പാടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കൃത്യമല്ലാത്ത കുറേ ടൈമുകളാണ് എൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞുപോയ ടൈം ഒരിക്കലും പ്രയോഗിക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രയോഗങ്ങളെല്ലാം മനസ്സിൽ വയ്ക്കുക. സാധാരണ ഈ രീതിയിലുള്ള സെൻറ്റൻസുകളാണ് എപ്പോഴും നമ്മൾ കാണുന്നത്. അതായത് ഇപ്പോൾ സംഭവിച്ച കാര്യം ജസ്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ പറയും. ഇത്രയും കാര്യം ഓർത്ത് വെച്ചാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വളരെ ഈസിയായി. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിൽ ഉപയോഗിക്കുന്ന പ്രത്യേക ടൈം പോയിന്റുകൾ എപ്പോഴെല്ലാമാണ്, ഏതെല്ലാമാണ് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ഐ ആം സ്റ്റോപ്പിംഗ്. ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ്.